ഡോക്ടർ പി കെ ഗോപൻ, വേണുവിനും സിന്ധുവിനും രണ്ട് പെൺമക്കളാണ്. വർഷയും വിദ്യയും. വർഷയ്ക്ക് സിവിൽ സർവീസും വിദ്യയ്ക്ക് MBBS-ഉമാണ് സ്വപ്നം. സിന്ധുവിന് 11,000 രൂപയാണ് ശമ്പളം. അവരൊരു ടീച്ചറാണ്. അപ്പോൾ ഈ രണ്ട് മക്കളുടെയും സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സിന്ധു ഒറ്റയ്ക്കേ ഉള്ളൂ എന്നൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഇതിനുള്ള ഉത്തരവാദി ആരാണെന്ന് ചോദ്യം ഉയരുകയാണ്. ഇതുവരെ അവരെ ഒന്ന് സമാധാനിപ്പിക്കാനുള്ള ഒരു കോൾ പോലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഡോക്ടർ പി കെ ഗോപൻ. അല്ല, ശ്രീമതി സിന്ധുവിൻ്റെ വിഷമവും ദുഃഖവും എല്ലാം നമുക്ക് മനസ്സിലാവുകയും ഞാനത് ആദ്യം പ്രകടിപ്പിക്കുകയും ചെയ്തതാണ്. അവരുടെ എന്ത് ആശങ്കയായാലും അവരെന്ത് കുറ്റം ആരോപിച്ചാലും അതിനെ മറുപടി കൊണ്ട് നേരിട്ട് പരിഹരിക്കാൻ ഉദ്ദേശിക്കുന്നതേയില്ല. ശ്രീമതി സിന്ധു എന്ത് കുറ്റപ്പെടുത്തിയാലും അത് കേൾക്കുക, അതിന് പരിഹാരം ഉണ്ടാക്കാൻ സാധാരണഗതിയിൽ ജീവൻ തിരിച്ചു കൊടുത്ത് പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. മറുപരിഹാരമാണ് അതിനാവശ്യം. അത് സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ ഈ ടെൻഷൻ കഴിയുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവർ അവരുമായിട്ട് സംസാരിക്കുകയും പ്രതികരിക്കുകയൊക്കെ ചെയ്യും. അത് നമ്മൾ പല കേസിലും കണ്ടിട്ടുമുണ്ട്. അത്തരം കുടുംബങ്ങളെ പരമാവധി ആശ്വസിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ ഈ സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഡോക്ടർ അരുണിനെ പോലുള്ള ആളുകൾ വന്നിരുന്ന് ചർച്ച നടത്തുന്നത് ഈ വെടക്കാക്കി തനിക്കാക്കുക എന്നുള്ള സാധാരണ മലയാള ഭാഷയിൽ പറയും. അദ്ദേഹം ഇവിടെ നടത്തിയ പോയിന്റിൽ ശ്രീ സ്മൃതിക്ക് കേരളത്തിലെ ആരോഗ്യ മേഖലയോടും കേരളത്തിലെ പൊതുസമൂഹത്തോടും കടുത്ത ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ചോദിക്കേണ്ടുന്ന 3-4 പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവരുടെ കമ്മിറ്റ്മെൻറ്റ്സ് ഉയർത്തിക്കൊണ്ട് വന്നപ്പോഴെങ്കിലും നിങ്ങൾ ഇടപെടുമെന്ന് ഞാൻ കരുതിയതാണ്. അദ്ദേഹം പറഞ്ഞത് വിദേശത്ത് വലിയ ശമ്പളം കിട്ടും, PSCയിൽ വരുന്ന ആളുകളെ കേരളത്തിൽ ജോയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഗവൺമെൻറ് ഒഴിവ് റിപ്പോർട്ട് ചെയ്തു, ഗവൺമെൻറ് PSC ടെസ്റ്റ് നടത്തി, ആ PSC ലിസ്റ്റിൽ ആൾ വരുന്നു. എനിക്കും നേരിട്ടറിയാവുന്ന കാര്യം, ഞാൻ മെഡിക്കൽ ഡോക്ടർ അല്ലെങ്കിൽ പോലും ഞാൻ ആ മേഖലയായിട്ട് കുറച്ച് ബന്ധപ്പെടുന്ന ആളെന്ന തരത്തിൽ എനിക്കും അറിയാവുന്നതാണ് PSC വഴി പലരും ജോയിൻ ചെയ്യാൻ തയ്യാറാകാത്തത്. ഒന്നുകിൽ നല്ല ഡോക്ടേഴ്സ് ആണെങ്കിൽ, മികച്ച ഡോക്ടേഴ്സ് ആണെങ്കിൽ സ്വകാര്യ ആശുപത്രികൾ വലിയ സാലറി കൊടുക്കും. അതല്ലെങ്കിൽ വിദേശ ഡോളറുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്ത് ശമ്പളം കണക്കാക്കാൻ പറ്റുമോ? അത്രയും വലിയ ശമ്പളം കൊടുത്താലേ ഡോക്ടേഴ്സ് ഇവിടെ നിൽക്കുമെന്ന് അദ്ദേഹം തന്നെ പറയുക. എന്നിട്ട് അവർക്ക് ശമ്പളം കൂട്ടി കൊടുക്കണം. ഇതാണ് അദ്ദേഹം ഈ മരണത്തിലൂടെ അദ്ദേഹം മുന്നോട്ട് വെക്കാൻ പരിശ്രമിച്ചൊരു കാര്യം. PSC വഴി ജോയിൻ ചെയ്യാത്ത ഡോക്ടർമാർക്ക് അമിതമായി ശമ്പളം കൊടുത്ത് കേരളത്തിലെ ആരോഗ്യ മേഖല രക്ഷിക്കുക എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു പോയിന്റ്. രണ്ടാമത് അദ്ദേഹം വരികൾക്കിടയിലൂടെ പറഞ്ഞു വെച്ചത് ശ്രദ്ധിച്ചായിരുന്നോ? ഡെത്ത് റേറ്റ് കുറവാണ്, ബർത്ത് റേറ്റ് കൂടുതലാണ്. അതൊക്കെ ശരിയാണ്, അത് വോട്ട് തേടാനാണ്. എന്താ അദ്ദേഹം പറഞ്ഞുകൊണ്ട് വെച്ചത്? പിന്നീട് അദ്ദേഹം പറഞ്ഞത് എന്താ? കിഫ്ബി വഴി ധാരാളം കെട്ടിടങ്ങൾ പണിഞ്ഞിട്ടുണ്ട്, കിഫ്ബി വഴി ഒരുപാട് എക്യുപ്മെൻറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് രണ്ടുമാണല്ലോ ആരോഗ്യ മേഖലയ്ക്ക് ഏറ്റവും അനിവാര്യമായി വേണ്ടുന്നത്. അപ്പോൾ കെട്ടിടങ്ങളുടെ അഭാവമല്ല. അപ്പോൾ കൊല്ലത്ത് തന്നെ ഇവിടുന്നാണല്ലോ ഡോക്ടർ ശ്രീ വേണുവിനെ അങ്ങോട്ട് റെഫർ ചെയ്തത്. കൊല്ലത്ത് 11 നില, 7 നില, 4 നില 3 കെട്ടിടങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എക്യുപ്മെൻറ്റ്സ് അവിടെ പുറത്തു പോയി ഒരാൾ പോലും CT സ്കാൻ ചെയ്യേണ്ട. ഒരു 1,500 2,000 രൂപ കൊടുത്താൽ 8,000 രൂപയ്ക്ക് വെളിയിൽ CT ചെയ്യുന്ന 5.25 കോടി രൂപയുടെ CT സ്കാൻ മെഷീൻ അവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ജില്ലാ പഞ്ചായത്ത് തന്നെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അവിടെ. അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലാണത്. അപ്പോൾ എക്യുപ്മെൻറ്റ്സും കെട്ടിടങ്ങളും മാത്രം പോരാ. കേരളത്തിലെ ജനന നിരക്കിൻ്റെ അവസ്ഥ എന്താ? കേരളത്തിൽ ഒരു സ്റ്റേറ്റുമായിട്ട്, ഞാനിപ്പോൾ കമ്പാരിസനൊന്നും ഈ അവസരം പോകുന്നില്ല, പക്ഷേ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റുമായിട്ട് നമുക്ക് അതിൽ താരതമ്യമില്ല. കാരണം അമേരിക്കയിൽ 1000 കുഞ്ഞുങ്ങൾ ജനിച്ചാൽ 5 കുട്ടികളും 6 കുട്ടികളും മരണത്തിന് കീഴടങ്ങുമ്പോൾ കേരളത്തിൽ 4 കുട്ടികളേ ഉള്ളൂ. കേരളത്തിൽ 1911 മരണനിരക്ക് 45 വയസ്സാണ്. ശരാശരി മരണപ്രായം 45 വയസ്സാണ് ഒരാളിൻ്റെ. ഇപ്പോൾ 75 വയസ്സാണ്. ഈ 30 വർഷം കൂടിയതിൻ്റെ കാരണം കേരളത്തിലെ സർക്കാർ ഡോക്ടർമാർ, കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ, കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ, കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നടത്തിയ സമ്പൂർണ്ണമായ ഇടപെടലിൻ്റെ ഭാഗമായി ലോക നിലവാരത്തിലെത്തി. അത് വോട്ട് ഡോക്ടർ അരുൺ പറഞ്ഞതിനെ അതുമാത്രം എടുത്തിട്ട് അങ്ങ് വിമർശിക്കേണ്ട കാര്യമില്ല. നമ്മുടെ മുന്നിൽ ഒരു യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ ഡോക്ടർ ജഹനാരെ അടക്കമുള്ള, ഡോക്ടർ റോസ്നാര ബീഗം അടക്കമുള്ള KGMCT അംഗങ്ങൾ സമരത്തിലേക്ക് പോവുകയാണ്. എന്തുകൊണ്ടാണ് സമരത്തിലേക്ക് പോകുന്നത്? അവർ എണ്ണത്തിൽ ചുരുക്കവും അവരുടെ ജോലി എന്ന് പറയുന്നത് മണിക്കൂറുകൾ നീളുന്നതുമാണ്. അവർക്ക് കൃത്യമായ ശമ്പളം കിട്ടുന്നില്ല, കുടിശ്ശികയിൽ കിട്ടിയിട്ടില്ല. അങ്ങനെ എത്രയോ കാലങ്ങളായി അവർ ഈ ആവശ്യം ഉന്നയിക്കുന്നു. നേരത്തെയും സമരം നടത്തി, ഒരു ചർച്ചയ്ക്ക് പോലും സർക്കാർ തയ്യാറായിട്ടില്ല. യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ്. മെഡിക്കൽ കോളേജുകളുണ്ടല്ലോ. ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജുണ്ട്, വടക്കോട്ട് പോകുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജുണ്ട്, വയനാടുണ്ട്, കാസർഗോഡുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാത്രമാണ് അവിടെയുള്ള പ്രധാനപ്പെട്ട നല്ല മെഡിക്കൽ കോളേജായി നിൽക്കുന്ന. അവിടെയുമുള്ള പരാധീനതകൾ എന്നും പുറത്തു വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ പറയുന്ന ഈ വയനാട്ടിലും മാനന്തവാടിയിലും ഇവിടെ ഇൻസ്പെക്ഷൻ
മെഡിക്കൽ കൗൺസിൽ ഇൻസ്പെക്ഷൻ വരുമ്പോൾ കോഴിക്കോട് നിന്ന് ഡോക്ടർമാരെ അങ്ങോട്ടേക്ക് വിടുകയാണ് കുറച്ച് മാസത്തേക്ക്. അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും അങ്ങോട്ട് തട്ടുന്നു. ഇതാണ് ഈ സംവിധാനം. ഇവിടെ കെട്ടിടങ്ങൾ ഉണ്ടാക്കി വെക്കുന്നു, അവിടെ ഡോക്ടർമാരില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. അത് ശമ്പളം മാത്രമാണോ വിഷയം അറിയില്ല. ഡോക്ടർ റോസ്നാര കൂടി പറയട്ടെ. ഡോക്ടർ റോസ്നാര, ഇപ്പോൾ ഡോക്ടർ പി.കെ. ഗോപൻ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, നമ്മൾ ആരോഗ്യ രംഗത്ത് അല്ലല്ല അങ്ങ് പറഞ്ഞത് അങ്ങ് പറഞ്ഞതിനോട് കൃത്യമായി പ്രതികരിക്കാനാവുക ഡോക്ടർ റോസ്നാരയ്ക്കാണ്. ഈ ചർച്ച 45 മിനിറ്റ് കഴിഞ്ഞു. എനിക്ക് നിങ്ങൾ ആദ്യം 3 മിനിറ്റാണ് തന്നേ. നിങ്ങൾ അവരെ 3 പേരെ ഇരുത്തി ചർച്ച ചെയ്യും, എനിക്ക് വിഷമമില്ല. പക്ഷേ ഇത് ശരിയായ ഒരു ഏർപ്പാടല്ല. അദ്ദേഹം പറഞ്ഞതിനും നിങ്ങൾ പറഞ്ഞതിനും മറുപടി പറയാതെ പോകുന്നത് ശരിയല്ല. അല്ലെങ്കിൽ നിങ്ങൾ ചർച്ച കൊണ്ടുപോയിക്കോ, എനിക്ക് അങ്ങനെ ഒരു ബഹളത്തിൽ കൊണ്ടുപോകേണ്ട ചർച്ചയായിട്ട് അങ്ങേക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യൂ. അങ്ങേക്ക് പറയാനുള്ളത് പൂർത്തിയാക്കൂ. ഇതിൽ അഭിപ്രായം പറയുന്നവരുടെ മെക്കിട്ട് കയറുകയല്ലോ വേണ്ടത്. അങ്ങേക്ക് അഭിപ്രായം പറയാം. ഇതിപ്പോൾ ഡോക്ടർ അരുണിനെതിരെ അരുണിനെതിരെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അദ്ദേഹം അതിന്റെ അഭിപ്രായം പറയുന്നു. സ്മൃതിക്ക് താല്പര്യമുള്ള കാര്യം അരുൺ പറഞ്ഞതുകൊണ്ട്, സ്മൃതിക്ക് താല്പര്യമുള്ള കാര്യം ഡോക്ടർ അരുൺ പറഞ്ഞതുകൊണ്ട് സ്മൃതി അങ്ങനെ പറഞ്ഞാൽ മതി. പക്ഷെ എനിക്കത് പ്രതിരോധിച്ചാൽ മതിയാവും. കാരണം ഇവിടെ ബഹുമാനിയായ ഡോക്ടർ റോസ്നാര തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 20 പരം കാത്ത് ലാബ് പ്രൊസീഡിങ്സ് ഒരു ദിവസം നടക്കുന്നു. 17 ഡോക്ടർമാരുണ്ട് അവിടെ. 20 പരം പ്രൊസീഡിങ്സ് നടക്കുന്നു. ഈ 20 പേര് മരിച്ചതായിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലല്ലോ. ഒരു ദിവസം 20 പേരുടെ കാത്ത് ലാബിൻ്റെ പരിശോധന ഇവിടെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന എത്ര വളരെ വളരെ അപൂർവമായ മനുഷ്യർക്ക് ഇപ്പം ഹാർട്ട് ഡിസീസ് വന്നാൽ, 100 പേർക്ക് ഹൃദയരോഗം വന്നാൽ അല്ലെങ്കിൽ ഹൃദയസ്തംഭനം വന്നാൽ 20ഓളം പേർ മരിക്കുന്നു എന്നുള്ളത് കേരളത്തിലെ കണക്കാണ്. അന്താരാഷ്ട്ര നിലവാരത്തിൽ അതിൽ കൂടുതലാണ്, ഇന്ത്യയിൽ അതിൽ കൂടുതലാണ്. കേരളത്തിലെ കണക്കനുസരിച്ച് തന്നെ 100 പേർ ഹൃദയസ്തംഭനം വന്നാൽ 20% ആളുകളെ രക്ഷിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അതിൽപ്പെട്ട ഒരാളാണ് ശ്രീ വേണു. അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് ആ മരണം ചെറുതാണെന്ന് നമ്മൾ പറയല്ല. സ്വാഭാവികമല്ല എന്നുള്ളതാണല്ലോ പരാതി. അതാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു സ്വാഭാവിക മരണം ചർച്ച ചെയ്യാൻ വേണ്ടി മരിച്ചയാളുടെ ഭാര്യയെ മരണത്തിന്റെ 2ാം ദിവസം നമ്മൾ ചർച്ചയ്ക്ക് വന്ന് ഇരുത്തില്ലല്ലോ. അവർ കൂടി ഇരിക്കുന്ന ചർച്ച എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് അങ്ങ് സംസാരിക്കണമെന്ന് ഞാൻ അങ്ങനെ അഭ്യർത്ഥിക്കുകയാണ്. ഡോക്ടർ റോസ്നാരയിലേക്ക് എന്നെ പോകുന്നു. റോസ്നാര ഇവിടെ ഉണ്ടല്ലോ. ഡോക്ടർ റോസ്നാര പറയട്ടെ. ഡോക്ടർ റോസ്നാര ഇവിടെ രോഗി ഡോക്ടർ അനുപാതം, അതെ അതിനെ പറയുന്നത് ഡോക്ടർ രോഗി അനുപാതം, ഡോക്ടർ നഴ്സ് അനുപാതം, ഇതൊക്കെ ഏത് രൂപത്തിലാണ് ഡോക്ടർ റോസ്നാര പറയുകയാണ്. ഡോക്ടർ ഗോപൻ ഒന്ന് കേൾക്കൂ. ഡോക്ടർ റോസ്നാര ചോദിക്കുകയാണല്ലോ, ഡോക്ടർ രോഗി അനുപാതം, ഡോക്ടർ നഴ്സ് അനുപാതം. ഡോക്ടർ ഗോപൻ 1 മിനിറ്റ് ഞാൻ റോസ്നാരയോട് ചോദിക്കുന്നു. ഡോക്ടർ ഒന്ന് സംസാരിക്കട്ടെ പ്ലീസ്. Debate with Smriti Parathikkad.